വെൽക്കം. എ സി ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ കൺസെപ്റ്റിനാണ് വാട്ട് ഈസ് എ സി ആൻഡ് ഡി സി, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ഡയറക്റ്റ് കറണ്ട്. അതിലാദ്യം തന്നെ നമുക്ക് ഡയറക്റ്റ് കറണ്ട് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് കറണ്ട് ഈസ് ബേസിക്കലി എ യൂണിഡയറക്ഷണൽ വേവ് ഫോം. It has a constant polarity and a constant direction. It is having only one direction, that it can be either positive or negative. While coming to AC is something that alternates its direction, that is a change in polarity with the time is noted. It is called bidirectional one. അതായത് നമുക്ക് ഡയറക്റ്റ് കറണ്ട് എന്നും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നും പറഞ്ഞ് രണ്ട് ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പൊളാരിറ്റിയും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനുമുള്ള ഒന്നിനെയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. കോൺസ്റ്റൻ്റ് ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ വേവ് ഫോമിനെ നമ്മൾ യൂണി ഡയറക്ഷണൽ വേവ് ഫോം എന്നും വിളിക്കും. എ സിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊളാരിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് നോട്ടഡ്. അതായത് ഒരു റെഗുലർ ടൈം ഇൻ്റർവെല്ലിൽ വേവ് ഫോമിൻ്റെ പൊളാരിറ്റിയിൽ അല്ലെങ്കിൽ ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാകും. പോസിറ്റീവും നെഗറ്റീവും ആവാം. അങ്ങനെയുള്ള വേവ് ഫോമിനെയാണ് നമ്മളൊരു എ സി വേവ് ഫോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ബൈ ഡയറക്ഷണൽ വേവ് ഫോം എന്നും വിളിക്കും. ഇനി നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എ സി ആൻഡ് ഡി സി വേവ് ഫോംസ് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, നമുക്കൊരു 5 വേവ് ഫോം ഇവിടെ കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ വേവ് ഫോം നോക്കാം. ഈ ആദ്യത്തെ വേവ് ഫോം നോക്കുമ്പോഴത്തേക്ക് അത് എ സി ആണോ ഡി സി ആണോ? നമുക്കറിയാം അതൊരു ഡി സി വേവ് ഫോമാണ്. നമ്മൾ ഒരു ബാറ്ററിയിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന വേവ് ഫോമിൻ്റെ ഷേപ്പാണിത്. ഡി സി, കോൺസ്റ്റൻറ്റ് ഡി സി വേവ് ഫോമാണ്. ഒറ്റ ഡയറക്ഷനുള്ളൂ. ഇറ്റ് ഹാസ് ഓൺലി വൺ ഡയറക്ഷൻ. ഇറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഈസ് കോൺസ്റ്റൻറ്റ്. ദെയർഫോർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഡി സി വിത്ത് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ്. അതായത് 3 പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം: മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, പൊളാരിറ്റി. ഈ ഒരു വേവ് ഫോമിൻ്റെ കേസിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ, അതായത് ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് പൊളാരിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഡി സി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വേവ് ഫോം നോക്കാം. ഈ രണ്ടാമത്തെ വേവ് ഫോം എ സി ആണോ അതോ ഡി സി വേവ് ഫോം ആണോ? ഡെഫിനറ്റ്ലി അതൊരു ഡി സി വേവ് ഫോം തന്നെയാണ്. ദിസ് ഇസ് നോട്ട് ഹാവിങ് എനി ഓൾട്ടർനേറ്റിംഗ് ഡയറക്ഷൻ. It is only having a positive direction, that is it is unidirectional, so it is also a DC, but it is pulsating or time varying in nature. ഇതും ഒരു ഡി സി വേവ് ഫോം തന്നെയാണ്. പക്ഷേ ഈ ഡി സി വേവ് ഫോമിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മളൊരു പൾസേറ്റിംഗ് അല്ലെങ്കിൽ ടൈം വേരിയിങ് ഡി സി എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് വേവ് ഫോം നോക്കാം. നമ്മൾ നേരത്തെ കണ്ട വേവ് ഫോം പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ പൊളാരിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് പൊളാരിറ്റിയാണ്. അതുകൊണ്ട് അതും ഒരു ഡി സി തന്നെയാണ്, ബട്ട് പൾസേറ്റിംഗ് ഇൻ നേച്ചർ. നെക്സ്റ്റ് വേവ് ഫോം നോക്കാം. നൗ ഇറ്റ് ഈസ് എ ബൈഡയറക്ഷണൽ വേവ് ഫോം. ഇറ്റ് ഈസ് ഹാവിങ് എ പോസിറ്റീവ് ആസ് വെൽ ആസ് എ നെഗറ്റീവ് ഡയറക്ഷൻ. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു ഓൾട്ടർനേറ്റിംഗ് എ സി വേവ് ഫോം എന്ന് വിളിക്കാം. അടുത്ത് നോക്കാം. ദിസ് ഈസ് ഓൾസോ AC and AC, but it is called as AC sinusoidal. ഇതിന് നമ്മൾ AC sinusoidal wave form എന്നാണ് വിളിക്കുന്നത്. കാരണം the shape follows the sine function, therefore it is known as an AC sinusoidal wave form. ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ് കറണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട, ഇതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു 3 പാരാമീറ്റേഴ്സാണ് എന്ന് പറയുന്നത്: മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, പൊളാരിറ്റി. ഒരു കോൺസ്റ്റൻറ്റ് ഡി സിയുടെ കേസിൽ ഈ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പൊളാരിറ്റിയിലും ചേഞ്ച് ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു എ സിയുടെ കേസിൽ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊളാരിറ്റി ഇത് 3ഉം ചേഞ്ചിങ് ആയിരിക്കും. ഇതാണ് ഇത് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ്. ടൈപ്സ് ഓഫ് എ സി വേവ് ഫോംസ്. എ സി വേവ് ഫോമിൻ്റെ കേസിൽ ഒത്തിരി വേരിയേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് അങ്ങനെ പല ഷേപ്പുകളിൽ നമുക്ക് എ സി വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു 3-4 വേവ് ഫോമുകളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്: സൈൻ വേവ് ഫോം, സ്ക്വയർ വേവ് ഫോം, ട്രയാങ്കുലർ ആൻഡ് സോ ടൂത്ത്.
ഇതിലെല്ലാത്തിലും ഒരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദേ ആർ ചേഞ്ചിങ് ദ പൊളാരിറ്റി വിത്ത് ടൈം. ആദ്യത്തെ വേവ് ഫോം നോക്കാം, സൈൻ വേവ് ഫോം. സൈൻ വേവ് ഫോം എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന വേവ് ഫോം. നമ്മുടെ വീട്ടിലൊക്കെ സപ്ലൈ ചെയ്യുന്ന കറണ്ട്, വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് സൈനുസോയിഡൽ വേവ് ഫോമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്ക്വയർ വേവ് ഫോം. സ്ക്വയർ വേവ് ഫോം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സർക്യൂട്ട്സിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് വേവ് ഫോമാണ്. സോ ടൂത്ത് വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി റിസീവർ, റഡാർ റിസീവർ, അങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസുകളിലൊക്കെ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വേവ് ഫോമാണ് സോ ടൂത്ത് വേവ് ഫോം. ഇനി ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മ്യൂസിക്. നമ്മുടെ ഇലക്ട്രോണിക് മ്യൂസിക് എന്ന് പറയുന്നത് ഒത്തിരി AC വേവ് ഫോമുകളുടെ എല്ലാം കൂടി ചേർന്നുള്ള ഒരു മിക്സിംഗ് ആണ് നമ്മുടെ ഇലക്ട്രോണിക് മ്യൂസിക്. അപ്പോൾ അതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് വേവ് ഫോംസിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. So let us conclude this session by discussing some important points. Alternating current periodically changes its direction in which it is flowing. A voltage that changes its polarity at regular intervals of time is called alternating voltage. The AC power refers to the power that is produced by alternating current and voltage. The AC quantities that can be represented graphically, and in this graph we can see that the x-axis is where the time or angle is taken, whereas in the y-axis the magnitude of the voltage and current is represented. The periodic waveform is that one repeats itself after a definite time interval. Alternating current can be electronically produced in almost infinite variety of waveforms. The most common type of waveform is a sine wave. The alternating waveform in which the sine law is followed is known as sinusoidal waveform. The non-sinusoidal waveform is a waveform in which the sine law is not followed. There are certain advantages of sine wave. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സൈൻ വേവ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേവ് ഫോം. അതായത് സൈൻ വേവ് യൂസ് ചെയ്യാനായിട്ടുള്ള certain റീസൺസ് ഉണ്ട്. ആ certain റീസൺസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു 3 റീസൺസ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് വൈ ദ സൈൻ വേവ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് വേവ് ഫോം എന്നുള്ളതാണ്. എ സൈൻ വേവ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ സിമ്പിൾ മാത്തമാറ്റിക്കൽ ഫോം. The rate of change of any sinusoidal quantity is also sinusoidal. The mathematical computation is easy with this waveform. Okay. അപ്പോൾ നമ്മൾ ഈ ഒരു ലെക്ചറിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ what is AC and DC, then how a sine wave is represented, the why sine wave is most commonly used waveform. ഈ 3 കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ സിലബസിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.